ശ്രുതിയിൽ ചേരും ഇവനുടെ മോഹസലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ മനസ്സിൻ്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോല ചുണ്ടിൽ കത്തിയൊരീണത്തിൻ തുള്ളി ഈ വിരൽ തുമ്പിലെ താളം പോലും എൻ്റെ നെഞ്ചിനുൾ തുടിയാണെന്നും ഞാൻ കനവിൽ കണ്ടൊരു സ്നേഹിതൻ ഇവനാണല്ലോ എന്നുള്ളിൽ തുടിച്ചതും ഇവനെ കാണാനല്ലോ കാണാനൊരു മഞ്ഞില പോലെ ഇവനകലുമ്പോൾ മോഹം മൃദുമൗനം പോലും സംഗീതം. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. വർത്താനം പറഞ്ഞുകൊണ്ട് പിള്ളേർ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടോ. പിന്നെ അനീഷൊക്കെ കുഞ്ഞുങ്ങളെ വിടാനായിട്ട് പോകുന്ന ഞാൻ ഇങ്ങോട്ട് ആരണ്ട് കയറി വരുന്നത് ഇനി അപ്പോൾ എന്നാ പറയുന്നത്, എല്ലാവരും വന്ന് ഒരു കലാശക്കൊട്ട് കൊടുത്ത് ഒച്ചയും ബഹളം എല്ലാം വെച്ച് നമ്മുടെ വീടിനെ പിടിച്ചൊന്ന് കുലുക്കി ഉണർത്തിയിട്ട് എല്ലാവരും അവരവരുടെ വീടുകളിലോട്ട് പോയി കേട്ടോ. എന്നാ പറയുക, അമ്മും കൊച്ചും വിഷ്ണുവും വരുമ്പോഴാണ് ഞാൻ ഒന്ന് ആക്റ്റീവ് ആവുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വീഡിയോ ഇടുന്നുണ്ട്, പണി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണി ചെയ്യുന്നുണ്ട്. എന്നാലും ഉള്ളിനുള്ളിൽ തന്നെ ആകുമ്പോഴത്തേനും ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോയല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഓർക്കാപ്പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇതുങ്ങളെല്ലാം കൂടെ വരും, ഒന്ന് സന്തോഷവും തകർപ്പവും. പിന്നെ എല്ലാവരും കൂടെ പോകുമ്പോഴത്തേനും അതിനെക്കാട്ടി ഭയങ്കര ഒരു വിഷമവും സങ്കടവും. ഒരു പരിധി വരെ ഇങ്ങനെ നമ്മൾ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ആയി ഒന്ന് വരുമ്പോഴത്തേക്കായിരിക്കും എല്ലാവരോടും ഇത് വരുന്നത്. അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും പോയി കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആവും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ബലൂണ് കണ്ടോ, കുറേ ബലൂൺ എല്ലാവരെയും കൊണ്ട് മേടിപ്പിച്ചിട്ട് കൊണ്ടുപോകണം, വണ്ടിയുടെ ഡിക്കിക്ക് അത്തിടണോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ശരീരത്തിന് സുഖമില്ലായിരുന്നു. ഞാൻ എണീറ്റ് പോലില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോഴത്തേക്കും രാവിലെ തല്ലിപ്പടിച്ച് എണീറ്റ് അതുങ്ങളുടെ തുണി സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. എന്നാൽ ഒന്ന് കൊണ്ട് വെച്ചിട്ട് വന്നായിരുന്നെങ്കിൽ ബാക്കിയുള്ളതും കൂടെ പറക്കിക്കൊണ്ട് വന്നു. ചെടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയി. സുധാമൻ 2-3 പ്രാവശ്യം പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞു ആ ചോലപ്പൂവിൻ്റേത്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എടുക്കാണ്ട് പോയി, അതാണ് പറ്റിയത്. അപ്പം ഇവർ എല്ലാവരും വരുന്നതിന് മുമ്പായിട്ട് ഞാൻ 2-ാം തീയതി മുതൽ നമ്മുടെ ഇവിടെ ഒരു ചേച്ചി മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പാലായി പോയി മിഷനെ ചെയ്യുന്നില്ലായിരുന്നോ, അവിടെ 14 ദിവസം പോയിട്ട് പിന്നെ എനിക്ക് പോക്ക് പറ്റിയില്ല. എന്നോട് പറഞ്ഞത് ഒരു 3 മാസമെങ്കിലും അടുപ്പിച്ച് ഞാൻ ഇങ്ങനെ ആ മിഷനിൽ പോയി കിടന്ന് ചെയ്താലേ എൻ്റെ ശരീരത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടത്തുള്ളൂ എന്നായിരുന്നു പാലായി എന്ന് പറഞ്ഞത്. നമ്മൾ 14-15 ദിവസം കൊണ്ട് പാലായി പോയി. അത് കഴിഞ്ഞ് പിന്നെ വണ്ടി യാത്രയും പിന്നെ തടസ്സമായി പോയില്ലായിരുന്നു. അപ്പോൾ ഈ ചേച്ചി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ ചേച്ചി കൊണ്ടുവന്നേക്കുന്നതെന്ന് വിചാരിച്ചു അവിടെ പോകാനായിട്ടിരിക്കുകയായിരുന്നു. അവിടെയും കണ്ടിന്യൂസ് ആയിട്ട് പോകണമെന്ന് വെച്ചിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ജനുവരി 2-ാം തീയതി മുതൽ ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നു. 4 ദിവസം പോയി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4-5 ദിവസം പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ ചേച്ചിയൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വന്നത്, അമ്മും അവരെല്ലാവരോടും വന്നത്. അന്നേരം പിന്നെ എൻ്റെ പോക്കും മുടങ്ങിപ്പോയി. കാരണം നമുക്ക് രാവിലെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റോ അല്ലെങ്കിൽ സ്വന്തക്കാരോ വീട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണികളുണ്ടല്ലേ, കാണാനൊന്നുമില്ല അല്ലേ, കാണാനൊന്നും പരിപാടിയില്ല. പക്ഷേ ഒരു 4 പേർക്ക് കാപ്പിയോ ഒരു നിസാരം ഒരു കടിഞ്ഞായാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിനൊക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് രാവിലെയാണ് അവിടെ ചെല്ലേണ്ടത്, 9:00 ആകുമ്പോൾ ചെല്ലണം. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പള്ളി പെരുന്നാളിന് പോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അത് പെൻഡിങ് ആയിപ്പോയി. അപ്പം ഞാൻ ഇന്ന് മുതൽ വീണ്ടും പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് റെഡി ചെയ്താൽ രാവിലെ. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ അമ്മ ശ്യാമള ചേച്ചിയും വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് 2-3-4 പേരുണ്ട് ഇപ്പം. അപ്പോൾ സമയം ക്രമീകരിച്ച പാലായിൽ എന്ന് പറഞ്ഞാൽ കുറേ മെഷീനുകളുണ്ടല്ലോ. ഇവിടെ എന്ന് വെച്ചാൽ ഒരു മെഷീനുള്ളതുകൊണ്ട് ഓരോരുത്തർക്ക് സമയം ക്രമീകരിച്ചതായിരുന്നു. അതാകുമ്പോൾ നമ്മുടെ സമയം പോയി അവിടെ ചുമ്മാ ഇരുന്ന് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ ഇപ്പോൾ മിഷൻ കുത്തിയിട്ടിട്ട് ചേച്ചി വിളിച്ചു, ആരാണ്ട് ഒരാൾ വന്നിട്ട് പോയി വെച്ചാൽ നീ വായു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അല്ല ഇന്നത്തെ സത്യം പറഞ്ഞ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കട്ടപ്പനയ്ക്ക് പോയി. സന്തോഷവും ഫാമിലിയും ശാന്തക്കുഞ്ഞേച്ചിയും കൊച്ചും വിഷ്ണുവും അമ്മുവും ഞാനും ചേട്ടായിയും എല്ലാം കൂടെ അടിച്ചു പൊളിച്ച് ഹാപ്പി വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ മറ്റേ അക്കുറത്തിനകത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അത്രയും വലിയ മീനുകളൊക്കെ ഇങ്ങനെ അക്കുറത്തിനകത്തൊക്കെ കാണുന്നത്. അപ്പോൾ ഭയങ്കര നല്ല എന്നാ പറയുന്നത്, ഒത്തിരി കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷമൊക്കെ തന്ന കാഴ്ചയായിരുന്നു. അത് ഞാൻ നിങ്ങളോട്ടും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കണ്ടോ. ഫെസ്റ്റ് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്, വാലേന്ന് പോയിട്ടുണ്ട് എല്ലാവരും. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. വിഷ്ണുവും കൊച്ചും കണ്ട ഫ്രണ്ടിൽ പോകുന്നു.
സമ്മേളിക്കും. കട്ടപ്പന ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കട്ടപ്പന ഫെസ്റ്റിൽ പ്രവേശനം രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ. ഏവർക്കും സ്വാഗതം. കട്ടപ്പന ഫെസ്റ്റ് ഞായറാഴ്ച രാത്രി വിവിധ കലാപരിപാടികളോടെ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ. കട്ടപ്പന ഫെസ്റ്റ് ജനുവരി 12 ഞായറാഴ്ച സമാപിക്കും. കാണാത്തവർ ഇന്നു തന്നെ കാണുന്നു. അന്ധകാരമാണല്ലോ. വെറൈറ്റി ഇഷ്ടമുള്ള മീനുകളുണ്ട് കേട്ടോ. ജാനിക്കുട്ടി എന്താണ് കണ്ടു നിറച്ചു മീനോ കേട്ടോ. ബ്യൂട്ടിഫുൾ ഗൈസ്, ബ്യൂട്ടിഫുൾ. നൈസി പിടിച്ചാലോ? രണ്ട് ചട്ടിക്കകത്തുള്ള കറി ഉണ്ടാവും. ഇതൊക്കെ ഒളിച്ചിരിക്കുന്ന ചത്ത കിടക്കണം. ഇത് ചത്ത കിടക്കണം. അത് ചത്ത കിടക്കണം കേട്ടോ. അയ്യോടാ, ഒരെണ്ണം വെള്ള ജീവനുള്ള. ജാനുകുട്ടി ഭയങ്കര ആക്റ്റീവാ കേട്ടോ. ജാനുകുട്ടി ഭയങ്കര ആക്റ്റീവാ. ആ, അടിപൊളി കേട്ടോ. എങ്ങനുണ്ട്? പപ്പയാണ് കേട്ടോ ഇത് ആദ്യമേ തുടക്കം ഇട്ടത്. ഷാർക്ക് ഷാർക്ക് എല്ലാം ചെയ്യണോ? എല്ലാവരും കൈ ഫോണാണ്. വീഡിയോ എടുക്കുന്നോണ്ടെന്ന് പറഞ്ഞാൽ അമ്മ എടുക്കുന്നില്ല. അവിടുത്തെ കാണിച്ചു മൊത്തത്തിന്റെ കയ്യില് ഫോണാട്ടോ. എടുക്കാലോ. അതെ. അടുത്ത സ്ഥലത്തോട്ട് പോവാട്ടോ. കൊച്ചു വിച്ചുവിന്റെ കൂടെ പോയില്ലേ? പോയി. മുക്കാൽ ഭാഗവും ചത്തുപോയി കേട്ടോ. വന്നില്ല, നഷ്ടമല്ലായിരുന്നോ? ഞങ്ങളുടെ ഗാനമേള കളഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നല്ലേ? അതെ, പള്ളിപ്പെരുന്നാൾ വന്നിട്ട് ഗാനമേള കൂടാണ്ട് ആദ്യമായിട്ടാ. ഡാൻസോ? ഇതിന്റെയൊക്കെ സ്കിന്നൊക്കെ പൊട്ടി തുടങ്ങി കേട്ടോ. ജായിങ്കോ അറിഞ്ഞില്ല. എല്ലാം മുകളിലോട്ട് പോകും. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. അതെ, കളറില്ല വീഡിയോക്കകത്ത് വലിയ കളർ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞാണ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം അമ്മുവാണ് കേട്ടോ ഈ വീഡിയോ എടുത്തേക്കുന്നത് മുഴുവൻ. കാരണം കിങ്ങിണിമോൾ അതിലേ കടന്ന് ഓടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കിങ്ങിണിമോളെ പിടിച്ചു. ഇതേലൊക്കെ കയറി നിന്ന് ഇവർ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചിപ്പി കിച്ചിക്കൂട്ടനും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആ മറ്റേ കൊച്ചു അതെ, നമ്മുടെ രേഷ്മ ഉണ്ണിയുടെ പെണ്ണ് കേട്ടോ, നമ്മുടെ ശാന്തമ്മയുടെ കൊച്ചും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാത്തിലും കയറി. ഇവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടായിരുന്നു ജാനിയുടെ പ്രകടനം. ഞാൻ കാണിച്ചു തരാം ജാനിയുടെ പ്രകടനമൊക്കെ കേട്ടോ. ഒന്നും പറയണ്ട, അവളും പൊളിച്ചെടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ കുറേ കിളികൾ, കോഴികൾ, വെറൈറ്റി കോഴികൾ, ലവ് ബേഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അയ്യോ, ഈ ചുമലനൊക്കെ കാണാൻ എന്നോ രസമാണ്. ഇതെന്നാ ഇതിൻ്റെയൊക്കെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഒത്തിരി ഭംഗിയുള്ള നല്ല കാഴ്ചകൾ കിട്ടുന്നതായിരുന്നു കേട്ടോ. എന്നാ പറഞ്ഞാലും നമ്മുടെ കട്ടപ്പന നേരത്തെ പഞ്ചായത്തായിരുന്നു, ഇപ്പം മുനിസിപ്പാലിറ്റി ആയി എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പുരോഗമനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വ്യത്യാസമായി കട്ടപ്പന. അപ്പം എല്ലാം നല്ല ഇതാവട്ടെ. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിലും എൻജോയ് ചെയ്യാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പുഷ്പമേളക്കൊക്കെ വന്നപ്പോഴാണെങ്കിലും നല്ല കാഴ്ചകളായിരുന്നു എന്ന് പറഞ്ഞ കണക്ക് തന്നെയാണ് ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെയൊക്കെ വോയിസ് കൊടുക്കുന്നുണ്ട്. വിഷ്ണു ഉണ്ടല്ലോ, എടുത്ത് കാണിച്ചിട്ട് ഓരോന്നും കാണിച്ച് വിറക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാണേ. ഭയങ്കരമായിട്ട് എല്ലാത്തിൻ്റെയും ഇതൊക്കെ പറഞ്ഞ് ഇതുങ്ങളുടെ എല്ലാത്തിൻ്റെ പേരൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വോയിസ് എല്ലാം ഞാൻ കളഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട്
ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരൊക്കെ മനസ്സിലാക്കിക്കോ കേട്ടോ. അപ്പോൾ എന്തായാലും കിളികളുടെ ഒരു സെക്ഷനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്നാ പറച്ചിട്ട് പറഞ്ഞാലുമേ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനും കണ്ണിനും ഒരു സന്തോഷമാണ്. നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം സ്ത്രീകളെ ഒരു പരിധി വരെ വീട്ടിലെ പണികൾ ചെയ്യുന്നു, നമ്മൾ വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കുന്നു, നമ്മളെ കിട്ടിയതിൻ്റെ മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്നു. ആണുങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, ഏതൊരു ജോലി ആയിക്കോട്ടെ, ടെൻഷൻ നിറഞ്ഞതൊക്കെ ആയിരിക്കാം, അതിനൊക്കെ പോകുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, മനസ്സിനൊരു സന്തോഷം വേണ്ടേ. അപ്പം വർഷത്തിലൊന്ന് ഒക്കെ 6 മാസം കൊണ്ട് പോകുന്നതൊക്കെ നല്ലതല്ലേ. ഇതിൻ്റെ വാല് നോക്കിക്കേ, ഈ തുണിയൊക്കെ നല്ല ഇങ്ങനെ കട്ട് ചെയ്ത് എംബ്രോയിഡിങ് ഒക്കെ ചെയ്ത മാതിരി. ഇഗ്വാന, ഇവൻ്റെ പേര് എനിക്കറിയാം കേട്ടോ. ഇൻഡോർ പോയപ്പോൾ നമ്മളെ റോസ്മോളും റോഷിയും കാണിച്ച സാധനമായിരുന്നു ഇത്, ഇഗ്വാന. പിന്നെ ഇതെന്നതാ, അയ്യോ ആ പച്ചയുടെ പേര് എനിക്കറിയത്തില്ല. ഇഗ്വാന വേറെ ഒരെണ്ണം ദേ കിടക്കുന്നു. അയ്യോ പാമ്പിൻ്റെ അടുത്തോട്ട് വന്നു ചേട്ടാ, ഈ പാമ്പിനെ കഴുത്തായിട്ടുണ്ട്. ഇതുണ്ട് ഒരു ചെറുക്കൻ കൊച്ചു കാണിക്കുന്ന കഴുത്തായിട്ടുണ്ട്. ദേ അവൻ്റെ ഈ ചുമല ഷർട്ടുകാരൻ്റെ കഴുത്ത് ഓർമ്മ കിടക്കുന്നുണ്ടോ, പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ് അത് കേട്ടോ. എന്നിട്ട് കിടപ്പുണ്ട്. അവനാണ് ഈ ചുമല ഷർട്ടുകാരനാണ് എല്ലാവരുടെയും പുറത്ത് ഇടിയിപ്പിക്കുന്നതൊക്കെ. അതിന് എത്രയാണോ 150 അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു പൈസ, എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ ചേട്ടതേ ഒരു കിളിയൊക്കെ നടക്കുന്നു, അതൊക്കെ കൊള്ളാം. കിളിയും ഇഗ്വാനേനെ ഒക്കെ കൊള്ളാം. പക്ഷെ പാമ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഉള്ള സ്ഥലം കൊണ്ട് മാറി കേട്ടോ. കയ്യിലൊക്കെ എടുത്ത് പിടിച്ചേക്കുന്നത് കണ്ടോ അതിനെ. അതുകൊണ്ട് ചേട്ടായി മേടിച്ചിട്ട് കണ്ടോ, ദേ ചേട്ടായി മേടിച്ചിട്ട് തൂത്തൊക്കെ കൊടുക്കുന്നു. അയ്യോ തൊട്ടൊക്കെ നോക്കി സന്തോഷമായിട്ടിരിക്കുന്നത് നോക്കി. കിളീനെയും കൊടുത്തു ചേട്ടയുടെ കയ്യിൽ. കിളീനെ കാണിച്ചോളൂ, കൊടുത്തില്ലേ. അപ്പോൾ എന്തായാലും ആ ചെറുക്കൻ ഞാൻ പറഞ്ഞു മോനെ എടുത്തോടാന്ന് പറഞ്ഞേ. അത് അവൻ എന്നെ നോക്കി ചിരിച്ചതാ കേട്ടോ. ചെറിയ എന്നെ എടുത്തോടാന്ന് പറഞ്ഞ അതിനാ. എൻ്റെ പൊന്നു തമ്പുരാനെ, അല്ല പറയാൻ പറ്റുമോ ഇതുങ്ങളൊക്കെ എപ്പോഴാണ് ഇത് കയറുന്നത്. ചാർലൊക്കെ ചേച്ചി പാമ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ 4 കാലം കുറച്ച് ഓടുക കേട്ടോ. എല്ലാവർക്കും പാമ്പെന്ന് പറഞ്ഞ കടിക്കത്തില്ലെന്ന് പറഞ്ഞാലും നമുക്കൊരു പേടിയാ അല്ലേ. സിന്ധു പറയാം ഏതായാലും നല്ല സോഫ സെറ്റ് ഒക്കെ എന്നാൽ ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടേ. സിന്ധുവും ചിപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അപ്പച്ചി? നല്ല രസമുണ്ട്, ഇരുന്നിക്കുമ്പോഴേ പൊങ്ങും തഴിഞ്ഞു. അതിൽ സൂപ്പറാ അപ്പച്ചി, ഇതേ ഇങ്ങോട്ട് നോക്ക്, ഇത് ഒരെണ്ണം മേടിച്ച് നമുക്ക് സിറ്റ് ഔട്ട് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അതേണ്ട കയറിയിരിക്കുന്നത്. ഇതുണ്ടോ, ചെപ്പിയും കിച്ചും പവറായിരുന്നു കേട്ടോ. അവർ എൻജോയ് ചെയ്ത് നന്നായിട്ട്. അതുകൊണ്ട് വിഷ്ണുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. പിള്ളേർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ലതല്ലേ, ഇച്ചിരി സമയമുള്ളതിലും സന്തോഷമല്ലായിരുന്നു എന്നൊക്കെ അവനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ. ചേട്ടായി എന്നോടൊക്കെ പറയുന്നുണ്ട്, അതിനൊക്കെ തിരിച്ച് ഞാൻ മറുപടിയൊക്കെ പറഞ്ഞതാണേ. പിന്നെ അവിടെ മസാജ് ചെയ്യുന്ന ഒരു മെഷീൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോൾ ചേട്ടായി അവിടെ നിന്ന് മസാജ് ചെയ്താണ് കണ്ടോ. ദേ വരാൻ പറഞ്ഞിട്ട് കേൾക്കത്തില്ല. എൻ്റെ വേദനയൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അമ്മൂനോട് പറയുന്നുണ്ട്, അമ്മു പപ്പാനെ കൊണ്ട് അത് ഒരെണ്ണം പിടിപ്പിക്കും, പപ്പ അത് പിടിക്കുകയും ചെയ്യും. 2-3 ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അങ്ങനത്തതൊക്കെ. ചുമ്മാ ഇതാന്നേ ഉപകാരം. ബാറ്ററിയൊക്കെ ഇട്ട് അതിൻ്റെ ചാർജൊക്കെ പോയി കഴിയുമ്പോഴത്തേനും കഴിയും. അന്നേരം ഇച്ചിരി സമയത്തേനും വേദനയൊക്കെ കുറയും കേട്ടോ. അപ്പം ഞാൻ കിങ്ങിണിമോളെ പിടിച്ചുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുക്കുന്നില്ല. എല്ലാം ഇത് ഫുള്ളും മിക്കതും അമ്മുവാണ് എടുത്തേക്കുന്നത് കേട്ടോ വീഡിയോ. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളുണ്ട്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറേ പേരെ കണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പേരെ കണ്ടായിരുന്നു. അപ്പോഴൊന്നും എൻ്റെ കൂടെ വീഡിയോ ഇല്ലായിരുന്നു. വന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അതുകളുടെയൊക്കെ പേരൊക്കെ മറന്നുപോയി, സോറി. എന്നാന്ന് വെച്ചാൽ ഇത് 3-4 ദിവസം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വിട്ടുപോകും കേട്ടോ പേരൊക്കെ. അത് എനിക്ക് ഒരു ഫാമിലി മെമ്പേഴ്സ് വന്ന് മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ സിന്ധുവേ ഭയങ്കര ഇഷ്ടം കേട്ടോ, കാണുന്ന കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കട്ടപ്പന അടുത്തെങ്ങാണ്ട് തന്നെയാണ് അവരുടെ സ്ഥലമേ. അന്നേരം കിങ്ങിണിമോള് പിന്നെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാനപ്പോൾ കിങ്ങിണിയുടെ പുറകെ പോകേണ്ട, അതുങ്ങളോട് കാര്യമായിട്ട് സംസാരിക്കാനും പറ്റിയില്ല. അവരമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ സമയത്ത് ഓർക്കുന്നു കേട്ടോ. നമ്മളെ കാണുമ്പോൾ സ്നേഹത്തോടെ വന്നൊന്ന് മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു കുളിർമാനയാണ് നമ്മളെ, അല്ലേ, ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എന്നാണ്ട് അച്ചാറോ ഗിച്ചാറോ അലുവായൊക്കെ മേടിച്ചിട്ട് ഇന്നമ്മയെ മേടിക്കമ്മേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുന്തവും വേണ്ടെന്ന്. സന്തോഷം എല്ലാവരോടും പറയുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും സ്പോൺസർ ചെയ്തിട്ടുണ്ട്, വിഷ്ണുവിനും സഹിതം എല്ലാവർക്കും ഓരോ പോപ്കോൺ കവർ മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നാണ്ട് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചാൽ കേട്ടോ. മറ്റേ ഇതില്ലേ കോളിഫ്ലവറിൻ്റെ ബജ്ജിയോ പിന്നെ എന്നാ പാനിപ്പൂരിയോ ഒക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പറയാം എന്നതൊക്കെ ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ എന്നാണ്ട് ചുറ്റിക മാരിയുള്ള പേനായ സാധനങ്ങളൊക്കെ അതൊക്കെ വിഷ്ണു പോയി നോക്കുന്നത്. എന്നാണ് ചേട്ടായി എന്നോട് എന്തോ വലിയ കാര്യത്തിൽ വന്ന് പറയുന്നുണ്ട്, എന്നാണെന്ന് അറിയത്തില്ല. തോക്കുമാരിയുള്ള സാധനം എടുത്ത് അമ്മു വെടിവെക്കാൻ തുടങ്ങുകയാണ്. വിഷ്ണുവിനെ ആ ചെറുക്കനൊന്നും നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും പെട്ടെന്ന് അത് അവിടെ വെച്ചിട്ട് അമ്മു ഉള്ള സ്ഥലം കാലിയാക്കി കേട്ടോ.
എല്ലാ ഐറ്റം സാധനങ്ങളും കുറേയൊക്കെ ഉണ്ട് മേടിക്കാനായിട്ടൊക്കെ. അമ്മൂനെ കാണിക്കുന്നത് കണ്ടോ, ഉടുവാളെടുത്തിട്ട് കാണിക്കുന്നത്. എടി ഇത് സൂപ്പറാണ് കേട്ടോ, നമുക്ക് ചിക്കനൊക്കെ വെട്ടാൻ കൊള്ളാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തിയൊക്കെ എടുത്ത് കാണിച്ചതാണ് വിഷ്ണുവിനുണ്ടെങ്കിൽ ഒരു കോമഡിയാണ് കേട്ടോ. എല്ലാവരെയും എങ്ങനെയും അവൻ ഹാപ്പിയാക്കാൻ നോക്കും, ചിരിപ്പിച്ച് കൊല്ലും. എന്തെങ്കിലുമൊക്കെ വെളുപ്പും പറഞ്ഞ് ഇങ്ങനെ തമാശയും പറഞ്ഞുകൊണ്ട് നടക്കും കേട്ടോ. കിങ്ങിണിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പ്രശ്നമാക്കുന്നുണ്ടേ. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് കാണുമ്പോൾ വേണം എന്നൊക്കെ. പക്ഷേ ഹെയർ ബാൻഡും സ്ലൈഡും ഒക്കെ ഇഷ്ടം പോലില്ലേ. ഇതെല്ലാം സീഡ്സിൻ്റെ ഐറ്റമാണ് കേട്ടോ. അവിടെ ചെന്ന് നിന്നപ്പോൾ എങ്ങാണ്ട് മറ്റേ ഇച്ചിരി കൂടെ മുന്നോട്ടങ്ങാണ്ട് ഒരു കുഞ്ഞി തൊപ്പി കണ്ടു, അത് വേണമെന്ന് പറഞ്ഞു. തൊപ്പിയൊന്നും തലയിൽ വെക്കത്ത് പോലും ഇല്ല. അപ്പം ഞാനിതൊന്നും മേടിപ്പിക്കാതെ ഞാൻ കൂടെ കൊണ്ട് നടക്കും. അതേ പിന്നെ ചേട്ടായി എടുത്ത് തോളെ കയറ്റി വെച്ച് നടക്കുവാണ്. എന്നാൽ ഇനി നമുക്ക് കഴിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സ്റ്റോറി ഇടാനാ സുല്ലു അപ്പം ഒന്ന് നിന്ന് വന്നേ സുല്ലു അപ്പം എന്ന് പറഞ്ഞ് ഒരു ഫോണുമായിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയുടെ വെച്ചാണേലും രശ്മിയാണേലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂടെ സന്തോഷം വന്നു. പാനിപ്പൂരിയൊക്കെ മേടിച്ച് തിന്നുന്നുണ്ട്. ഇതാരാ വീഡിയോ എടുക്കുന്നത്? കിച്ചുക്കുട്ടനായിരിക്കും. ആരാണോ? എൻ്റെ ഈ കിങ്ങിണി മോളായിരുന്നു. ആരാന്ന് അറിയത്തില്ല. ആരുണ്ടോ വീഡിയോ എടുക്കുന്നത്. കിച്ചു ഉണ്ടല്ലോ അവിടെ, കിച്ചു സിന്ധുവൊക്കെ ഉണ്ട്. എന്നാൽ പപ്പായിരിക്കും. അതേ വന്ന് ചാടുന്നുണ്ടോ? ഇവള് വില്ലത്തിയാണേ. ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ചട്ടമ്പിയുടെ രാജാവട്ടെ. ഇവക്കെ കുഞ്ഞിലെ മുതൽ ഇവരിങ്ങനെ കാണിച്ച് കൊണ്ടുപോയി പഠിപ്പിച്ചതുകൊണ്ട് പേടിയില്ല. ഞാനും പറയുമായിരുന്നു കേട്ടോ, ചെറുപ്പത്തിലെ മുതൽ എല്ലാ സാധനത്തിലും കയറ്റി പഠിപ്പിക്കണമെന്ന്. സിന്ധു ആകുന്ന പണി വൈദ്യ ഇതെന്നൊക്കെ ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങണമല്ലോ. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ്. ഞാൻ ഇച്ചിരി പകർത്താം. എല്ലാവരും കയറിയപ്പോൾ തുടങ്ങി ഓരോന്ന് മേടിച്ചേ. എന്നിട്ട് ശാന്തക്കുഞ്ചിയുടെ കയ്യിൽ നിന്ന് അരച്ച സാധനങ്ങളാണ് എല്ലാവർക്കും ചുമക്കാനായിട്ടുള്ള ആള് ശാന്തക്കുഞ്ചേച്ചിയായി. എന്ത് ചെയ്താൽ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഇറങ്ങി വരത്തില്ല കേട്ടോ. ഇതുണ്ടോ? ഇതിൻ്റെ അടുത്ത് കളിച്ചുകൊണ്ട് നിന്നപ്പോഴും ഒരു ഫാമിലി വന്ന് ചോദിച്ചു കേട്ടോ, അയ്യോ സിന്ധുമ്മയല്ലേ ഞാൻ കാണുന്നു കേട്ടോ, വീഡിയോ കാണുന്നത് അതൊക്കെ പറഞ്ഞു. കിങ്ങിണിമോൾ അതാ ചാടിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ ആ വാതിലിൻ്റെ അവിടെ പിടിക്കാനായിട്ട് നിന്നപ്പോഴേ ഇവിടെ നിന്നപ്പോഴേ അന്നേരം ഒരു ഫാമിലി വന്ന് സംസാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അന്നേരം ഒന്ന് വീഡിയോ എടുക്കാനോ ഫോൺ എൻ്റെ കയ്യിലോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. എന്തേതാ പറഞ്ഞിട്ട് വരികയല്ലോ, വീഴുന്നു ചാടുന്നു പിന്നെ പറഞ്ഞു. എത്ര പേരാ ഫോൺ എടുത്ത് വീഡിയോ എടുത്തതെന്നറിയാം. ഇവള് ഈ കാണിക്കുന്നത് കണ്ടിട്ടേ ഒത്തിരി പേര് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞു അതേന്ന് ഞങ്ങൾ ഒരു വിധത്തിൽ വലിച്ചിറക്കിക്കൊണ്ട് വന്നേ, ഒരു വിധത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ ആനൊക്കെ വായി കയറാൻ തുടങ്ങി. എനിക്ക് വേറെ സ്ഥാനത്തെ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ രേഷ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാനും ഇവളും കൂടി ഇവിടത്തെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേവരെ അന്നേരം ഈ ആകാശത്തൊട്ടിലേക്ക് കയറാൻ പോയേക്കുക. എന്നാൽ ഞങ്ങൾ ഇതേ കയറാമെന്ന് പറഞ്ഞു. ഉടനെ സിന്ധു ടിക്കറ്റും എടുത്ത് കൊടുത്ത് ഇതേണ്ട കയറിയേക്കുന്നു. 5-6 എണ്ണത്തെ കയറി ചോട്ടവി. ഒരു പേടിയില്ല കേട്ടോ. മറ്റേന്ന് ഇറക്കിക്കൊണ്ട് വന്നത് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. അപ്പോൾ രേഷ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവളെടുത്ത് മടി വെച്ച് കൊഞ്ചിച്ച് പറക്കി ചാടുവോ സിന്ധു കുഞ്ഞമ്മേ പേടിച്ചിട്ട് ഇവിടെ മടി അനങ്ങാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. രേഷ്മയോട് പറഞ്ഞു, നിങ്ങൾ ആറ്റി മാറിയിരുന്നു, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നോളാന്ന്. അത് കഴിഞ്ഞ് പിന്നെ അതേ കയറി കുറച്ച് സമയം കളിച്ചു. കണ്ടോ ട്രെയിൻ. എൻ്റെ ദൈവം, ഒരു കണക്ക് പറഞ്ഞാൽ ഇതിലൊക്കെ നിറച്ച് പിള്ളേർ വേണം അല്ലേ. 3-4 സീറ്റേ ഉള്ളൂ. അതിലൊക്കെ നിറച്ച് പിള്ളേരുണ്ടെങ്കിലായിരിക്കും അവർക്ക് മുതലാവുന്നത്. പക്ഷേ എല്ലാവരെയും ഒരാളെ ഉള്ളതിലും 2 ഉള്ളതിലും ലാസ്റ്റത്തെ ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നിർത്തുന്നുണ്ടായിരുന്നു, കയറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ചേട്ടാ കറങ്ങി വരുന്നുണ്ട്. ആദ്യം 2-3 പ്രാവശ്യം കൈയൊന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സന്തോഷമായി. ഇതിനകത്തുണ്ട് കേട്ടോ അമ്മുവും വിഷ്ണുവും രേഷ്മയില്ല ഈ കൂടെ എൻ്റെ കൂടെ വന്നത്. ചിപ്പി കിച്ചു ഒക്കെ ഈ ഇതെല്ലാം കേട്ടോ. കണ്ണാടിയൊക്കെ വെച്ച് വലിയ തിളങ്ങിയ പോയിക്കുന്നത്. ഞങ്ങളെ മണ്ടേ നിന്ന് നോക്കുമ്പോൾ കാണണം കേട്ടോ. അപ്പോൾ ചൈന ഞങ്ങൾ കണ്ണാടി കൊണ്ടുപോയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ഏതാന്ന് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും ലാസ്റ്റ് ഇച്ചിരി ഏതോ ഭാഗത്തും കണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഇരുന്ന് കോഷ്ടി കാണിക്കുന്നുണ്ടായിരുന്നു കണ്ടോ. നിർത്താനായിട്ട് പോവാം. ഭയങ്കരമായിട്ട് സ്പീഡിൽ കറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അയ്യോ എന്നും പറഞ്ഞ് ഊന്നുണ്ടാതെ കിടന്നുകൊണ്ട് പിള്ളേർ സെറ്റൊക്കെ അലറുന്നുണ്ടായിരുന്നു. ഇപ്പം നിർത്താൻ പോകുന്ന ഭാഗം കണ്ട ഈ ഭാഗം കണ്ട് വരുമ്പോഴത്തേനും കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കിച്ചുവും വിഷ്ണുവും ഒക്കെ. അവരുടേതാണെന്ന് തോന്നിയത്. എന്നാണേലും ഒത്തിരി മനസ്സിനൊരു ഇത് കിട്ടി. വേറെ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോഴേ. എന്നും ഇല്ലല്ലോ, നമ്മൾ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം. നമ്മൾ മരിക്കുമ്പോൾ എന്നേലും കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. വെറുങ്ങയായിട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുക. ഞാൻ ഈ 2025 എടുത്തേക്കുന്ന ഒരു തീരുമാനം കേട്ടോ. കിട്ടുന്ന സമയമൊക്കെ നമ്മൾ പറ്റുന്ന പോലെ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇതെന്നാ പരിപാടിയാ? അതേ കിച്ചുവും ചിപ്പിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ. ഞാൻ വലുപ്പത്തിൽ ഇച്ചിരി സൂം ചെയ്തെടുത്ത് കാണിച്ചാൽ അവരാണ് അമ്മും ചിപ്പിയാണ് ഇരിക്കുന്നത് കണ്ടോ. അതേ വിഷ്ണുവും കിച്ചുവും ഇരിക്കുന്നു. കറങ്ങിയൊക്കെ നിർത്തി ഇറങ്ങാൻ അന്നേരം കണ്ണാടി വെച്ച് കാണിക്കുമോ ഞങ്ങൾ ഇതാണെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഒഴിവായി കേട്ടോ. എൻ്റെ രേഷ്മ എൻ്റെ കൂടെ കയറാൻ വേണ്ടിയിട്ട് നിന്നാ കേട്ടോ. കുഞ്ഞമ്മ നമുക്ക് എൻ്റെ കൂടെ കയറാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിന്നാ.
അപ്പോൾ ഞാനും രേഷ്മയും കൂടെ കയറും. അപ്പോൾ ചേട്ടാനെ വലിയ ഷോയെ കാണിച്ചിട്ട് പോകണേ. ചേട്ടായുടെ ആകുന്നു പോകുന്നു പറഞ്ഞു വരാൻ. ആ ചേട്ടാ പറഞ്ഞു, എൻ്റെ പൊന്ന് സിന്ധു ഉണ്ട് ചെവിക്ക് വേദന, അല്ലെ തന്നെ നിനക്ക് ഇത് പറയാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റത്തില്ല സിന്ധു, എനിക്ക് കുറച്ച് നാളുകൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതിനാണ്ട് ഞാൻ കയറാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് നിൽക്കുക കേട്ടോ. അതെ, ഞങ്ങളുടെ തൊട്ടിലും കറങ്ങുന്നുണ്ട്. ഇതൊക്കെ ചേട്ടായിങ്ങാണ്ട താഴെ നിന്ന് എടുത്തത്. സ്പീഡിൽ കറങ്ങുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ആവുമല്ലോ എന്നോർത്തോണ്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞ കേട്ടോ. ചേട്ടാ ഇങ്ങനെ കണ്ണ് മുഴുപ്പിച്ച് പേടിച്ചാണോ ഞാൻ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാവേ അതേ നിൽക്കുമ്പോഴേ, അതിലിരിക്കുമ്പോഴേ. പക്ഷെ അവർക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. അവർ അമ്മു വിഷ്ണുവൊക്കെ കറങ്ങിപ്പോഴൊന്നും എനിക്ക് അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പേടിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ എന്നാ പേടിക്കാനാ, നമ്മൾ ജനിച്ചാൽ ഒരിക്കലും ഭാഗ്യം, അത് ദൈവം എങ്ങനെയാണോ മരണം എന്നുള്ളത് തമ്പുരാൻ നേരത്തെ എഴുതി വെച്ചിട്ടുള്ളൂ. അത് അതേപോലെയല്ലേ നടക്കത്തുള്ളൂ, അതെങ്ങനെയാണെങ്കിലും അങ്ങനെ നടക്കത്തുള്ളൂ ചേട്ടായി. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട ചേട്ടായി എന്നൊക്കെ പറഞ്ഞ് ശാന്തക്കൊഞ്ച് പറഞ്ഞു ഞാൻ കയറാൻ പോവാ സുനിലെന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, എൻ്റെ പൊന്ന് ചേച്ചി ദയവ് ചെയ്ത് കയറിയേക്കരുതേ, അവർ പാടുപെട്ട് ഇത് പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചേച്ചി കയറുന്ന ആ തൊട്ടി താഴെ വീഴും, അതുകൊണ്ട് ദൈവത്തെ കയറരുതെന്ന് പറഞ്ഞ് ചേച്ചീനെ പൊങ്കാല ഇട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അന്ന് നിങ്ങൾ എല്ലാവരുടെയും കെട്ടും കിടക്കയും ഞാൻ പിടിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ് ചേച്ചി പിന്നെ കെട്ടും കിടക്കയൊക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങളെ പുറകെ നടക്കുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ കുറേ അവരുടേത് എടുത്തുള്ളായിരുന്നു, ചേട്ടായി ഒത്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചേ. എന്നാ പറയുക, കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയല്ലോ. അപ്പോൾ അതിനകത്ത് ഫാമിലി ഫുള്ളെന്ന് പറയുമ്പോൾ എല്ലാവരും കാണും. പക്ഷേ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ഒക്കെയാണ്, ഓരോ സ്ഥലങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് എല്ലാ വീഡിയോയ്ക്കകത്തും കാണിക്കാനൊന്നും പറ്റിയെന്നിരിക്കുകയില്ല. കാരണം ഇപ്പം നിസ്സാരം ഞാൻ എന്നാ പറയുന്നത്, അയ്യോ ഇത് രണ്ടാമതായി പോയി. ഇത് ഞാൻ നിൽക്കുന്ന ആദ്യത്തേതായിരുന്നു. എഡിറ്റ് ചെയ്തപ്പോൾ പ്രശ്നമായെന്ന് തോന്നുന്നു, ഞാനല്ലേ ഈ നിൽക്കുന്നേ. അപ്പോൾ ആദ്യം കയറിയവരുടേത് എടുത്ത് തന്നെ രണ്ടാമത് ഇട്ടത് തെറ്റിപ്പോയതാ കേട്ടോ, സോറി. അതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേര്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കെട്ടിച്ചു വിട്ട പെൺപിള്ളേരെ കാണിക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും. പിള്ളേരൊക്കെ ഒന്ന് ഇച്ചിരി അറിവായി കഴിയുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ക്യാമറയ്ക്കകത്ത് നിൽക്കാനും ഫേസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത പിള്ളേരുണ്ട്. ഇപ്പം നമ്മുടെ കുമാരി ചേച്ചിയുടെ കണ്ണൻ, അവൻ ചില സമയത്തൊക്കെ വരുമ്പോൾ എൻ്റെ സിന്ധുവാൻ്റി എൻ്റെ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടും. ഇച്ചിരി അറിവായി കഴിയുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു മടിയൊക്കെ ഉണ്ട്, ചില കുഞ്ഞുങ്ങൾക്ക് മടിയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ കണക്ക് എൻ്റെ അനിയത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നപ്പോഴും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതുങ്ങളെല്ലാം ഓരോരോ ചെറിയ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോരോ സ്ഥലങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും നമ്മൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കും. അതല്ല ഇനി വീട്ടിൽ വരുമ്പം തന്നെ അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുകയില്ല. ഈ ഇതെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അമ്മും വിഷ്ണുവൊക്കെ ഏറ്റവും അറ്റത്തോട്ടം ഇരിക്കുന്നേ. ഇത് കണ്ടോ പോകുന്ന വേറെ പിള്ളേർ സെറ്റുകൾ. ഇങ്ങനത്തെ ഇതിലെല്ലാം കിങ്ങിണിമോള് കയറി കേട്ടോ. അന്നേരം എൻ്റെ ഈ ഫോണില്ലായിരുന്നു, അതാണ് ഞാൻ എടുക്കാൻ. അതിലും കിങ്ങിണിമോള് കയറിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നമുക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റുന്നിരിക്കില്ല. നേരത്തെ ഈ ഒരു കഴിഞ്ഞിടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉഷേച്ചി വല്ലപ്പോഴൊക്കെ മാസത്തിലൊന്ന് വെച്ചോ 2 വെച്ചോ അല്ലെങ്കിൽ 2-3 മാസം കൊണ്ട് 3 വെച്ചോ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അന്നെന്ന് പറഞ്ഞപ്പോൾ ഉഷേച്ചിയുടെ മകൻ്റെ ഭാര്യ അവളുടെ വീട്ടിലിരുന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം കുറച്ചാൾ എറണാകുളത്തിരുന്ന് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് അവളുടെ വീട്ടിലിരുന്നായിരുന്നു, ആ പെങ്കുച്ചിൻ്റെ വീട്ടിലിരുന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് രാത്രിയിലാണ്, അമേരിക്കൻ കമ്പനിയിലാണ് ഇതാണ് ആ കൊച്ചു ജോലി ചെയ്യുന്നത്. അപ്പം എന്നാ പറയുന്നത്, ചേച്ചിക്ക് അതിനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൾ ഇവിടെ വീട്ടിൽ വന്ന് ചേച്ചിയുടെ അടുത്ത് വന്നിരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. മാളൂട്ടിയുടെ കൂടെയായിരുന്നു. മാളൂട്ടിയുടെ ജീഷൻ്റെ വീട് ഇവിടെ നമ്മുടെ കട്ടപ്പന കൂട്ടാറാണ്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഒന്നേ ഇങ്ങോട്ടേക്ക് വിടും, അല്ലെങ്കിൽ അങ്ങോട്ട് ആങ്ങളമാരുടെ ആരുടെയും വീട്ടിലോട്ട് വിടും. അങ്ങനെയായിരുന്നു. അപ്പം ഉഷേച്ചിനെ എനിക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു ഇവിടെ വീട്ടിൽ വരുമ്പോൾ. ഇപ്പോൾ അവർക്ക് വരാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞിനെ ഇട്ടിട്ട് വരാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അങ്ങനെ ഓരോരുത്തരെ എപ്പോഴും നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ശാന്തക്കുഞ്ചിയൊക്കെ ആണെങ്കിലും അങ്ങനെ നേരത്തെ ഒന്നും ഇതല്ലായിരുന്നു, എപ്പോഴെപ്പോഴും വരുന്നില്ലായിരുന്നു. ഇപ്പം അച്ചു വണ്ടി എടുത്തതിന് ശേഷം ശാന്തക്കുഞ്ചി ബസ്സിന് കയറി വന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ അവന്മാർ റെന്റിന് കാർ എടുത്തൊക്കെയായിരുന്നു അവരുടെ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞോണ്ട് വരുന്നവരെ ഞാൻ എടുക്കും കേട്ടോ. വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമുള്ളവരെ നിർത്തുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കോണേ. ഇവിടുന്ന് വലിയ പ്ലാൻ ഇട്ടു, ചേട്ടത്തി അനിയത്തിയും ആങ്ങളം എല്ലാം കൂടെ പ്ലാൻ ഇട്ടു. നമുക്ക് കുഴിമന്തി തിന്നണം, നാത്തൂനും ഒക്കെ കൂടെ പ്ലാൻ ഇട്ടു. കിച്ചുവും കുട്ടനും ചിപ്പിയും രേഷ്മയും അമ്മും എല്ലാം കൂടെ പ്ലാൻ ഇട്ടു, നമുക്ക് കുഴിമന്തി തിന്നണം. പക്ഷേ സൺഡേ ആയിരുന്നുകൊണ്ട് കട്ടപ്പനയിൽ അധികം വലിയ കടകൾ അങ്ങനത്തെ തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ
പിന്നെ നമ്മളെപ്പോഴും വരുന്ന പാലാക്കടയിലെ അല്ല കക്കാട്ടുകടയിലെ ഒരു കടയുണ്ട്, അത് പെരിയാർന്നോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു ആ കടയുടെ പേര്. അവിടെ നമ്മൾ സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആ കട എപ്പോഴും കാണിക്കാറുള്ള അവിടെ വന്നു. അവിടെ വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട സാധനം ഞാൻ പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടത് എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, നല്ല പൊറോട്ട. അമ്മു കപ്പ ബിരിയാണി പറഞ്ഞു, ബാക്കി ഓരോരുത്തർ ബിരിയാണിയും സാധനങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവള് ഭയങ്കര ഷോകാണിയിലാണ്, കണ്ണാടിയൊക്കെ വെച്ചിട്ട്. പാപ്പും മകളും അവിടെ ചെന്നാലും ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്കുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും പൊറോട്ട സിന്ധുമ്മ തിന്നുവാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഞാൻ സിന്ധു, ശാന്തക്കുഞ്ഞേച്ചി അങ്ങനെ ആരണ്ടൊക്കെ പൊറോട്ടയായിരുന്നു പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം പൊറോട്ട ചേട്ടായി പറഞ്ഞത് എന്നാന്ന് കേട്ടോ, ദോശ, നെയ് റോസ്റ്റ്, പിന്നെ സാമ്പാർ, പിന്നെ ബീഫ് കറി വാങ്ങിച്ചായിരുന്നു പൊറോട്ടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് ബിരിയാണിയും സാധനങ്ങളും ഒക്കെ കഴിച്ചു. ചിമ്മനൻ അവിടെ ഇരുന്നുകൊണ്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറേ അധികം ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, അവരെന്തിയെ ഇവരെന്തിയെ അവരെന്നാ അവിടെ പോയോ ഇവിടെ പോയോ അവരെന്നെ ഉൾപ്പെടുത്താത്തെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കാര്യം ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടുതൽ ആ ബെൽബട്ടനോട് ഒന്ന് ഇടിച്ചു പിടിച്ചേരെ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ. ഓ, ഫുഡ് കഴിച്ചിട്ടേ കോഴി മസിലാണ് ഇത്. കണ്ടോ പാപ്പു, മസിൽ കണ്ടോ പാപ്പു എന്ന് പറഞ്ഞ് ചേട്ടായനെ മസിൽ കാണിക്കുകയാണ് കേട്ടോ. കണ്ടോ? അപ്പൊ പാപ്പു പറഞ്ഞു, ഇത് നോക്കണി എൻ്റെ മസിലോടി ഭയങ്കര മസിലെന്ന് പറഞ്ഞു. അയ്യോ, രണ്ടിനും കുറച്ച് മസിൽ കൂടുതലാ, ഒന്ന് പറയണ്ട.